നന്ദനെ എനിക്ക് ആദ്യമേയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നന്ദന അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ലായിരുന്നു. ജിൻഡുവായിട്ട് ചേർന്നൊക്കെ നിൽക്കുന്നു. പല കാര്യങ്ങളും തെറ്റുകൾ കണ്ടാൽ അവരെ വിമർശനവുമായിട്ടൊക്കെ വരുന്നു. പക്ഷെ ക്യാപ്റ്റൻ ആയിഷന് നന്ദനയ്ക്ക് എന്തോ ഒരു സംഭവം, നന്ദന വിചാരിക്കുന്ന ഞാനല്ലോ ഏതോ ഒരു വലിയ സംഭവമാണ്, എനിക്ക് ഭയങ്കര പിന്തുണയുണ്ടായിട്ടാണ് ഞാൻ ക്യാപ്റ്റൻ ആയെന്നൊക്കെ ഒരു തോന്നലാണ്. അത് ഇന്ന് ജാസ്മിൻ്റെ വീട്ടുകാരും റിസ്മിൻ്റെ വീട്ടുകാരും എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നന്ദനയുടെ അടുത്ത സുഹൃത്തുക്കളായ ഫിയോയും ഫായിയും അഭിഷേകും എല്ലാം കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ പ്രത്യേക പരിഗണന നന്ദന കൊടുക്കുന്നുണ്ട്. അപ്പം ജിൻഡു ആഹാരം ചോദിച്ചപ്പോൾ പറയുന്നു ഇപ്പം കഴിക്കണ്ട, ഇവർ കഴിച്ചു കഴിയട്ടെ എന്നുള്ള രീതിയിലുള്ള സംസാരം. അപ്പം ജിൻഡോ പറയുന്നുണ്ട് നിന്റെ അധികാരമൊക്കെ അങ്ങ് എടുത്താൽ മതി, എൻ്റെ അടുത്ത് അധികം കളിക്കാൻ വരണ്ട എന്ന് ജിൻഡോയും പറയുന്നുണ്ട്. അതുപോലെ മീനച്ചാറ്, ജാസ്മിൻ്റെ വീട്ടുകാർ കൊണ്ട് മീനച്ചാറ് ജിൻഡോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അതിനെതിരെ പറയുന്നു മീനച്ചാറ് എടുക്കാൻ പാടില്ല, നിങ്ങളത് എടുക്കാൻ പാടില്ല, ഞാനാ പറയുന്നത് എടുക്കാൻ പാടില്ല, സൗകര്യമില്ല തരാൻ എന്നുള്ള രീതിയിലുള്ള സംസാരിക്കുന്നു. അപ്പം ജിൻഡോ ഇതൊന്നും വകവെക്കാതെ നീ പോയി പണി നോക്കടി എന്ന് പറഞ്ഞിട്ട് ആ മീനച്ചാറ് എടുത്ത് കൂട്ടുന്നുമുണ്ട്. അപ്പം ആ സമയത്ത് മീനച്ചാറും ഒക്കെ കൂട്ടി നമ്മളെ ഫായിയും ഫിയും അഭിഷേകും ഒക്കെ നമ്മളെ നന്ദനയുടെ അടുത്ത കക്ഷികളെല്ലാം കൂടി ഇരുന്ന് കഴിക്കുന്നുമുണ്ട്. നന്ദന എന്തോ ഒരു ജിൻഡോട് ഒരു പ്രത്യേക ദേഷ്യം വെച്ച് പെരുമാറുന്ന പോലെ എനിക്ക് ആ ലൈവ് കണ്ടപ്പം തോന്നി. നിങ്ങളൊക്കെ കണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതിനുശേഷം നമ്മളെ ജാസ്മിനുമായിട്ട് കൂടിച്ചേർന്ന് പറയുന്നു എൻ്റെ ക്യാപ്റ്റൻ ബാഡ്ജ് ഒന്ന് ഊരിക്കോട്ടെ, ഊരിക്കഴിഞ്ഞിട്ട് അങ്ങേർക്ക് ഞാൻ പണി കൊടുക്കും എന്ന് പറയുന്ന നന്ദന. എനിക്ക് സത്യം പറഞ്ഞ ചിരിയാവുന്നത്. ഇതിലും വലിയ ആൾക്കാർ പണി കൊടുക്കാൻ വേണ്ടി നടന്നില്ല. ഇപ്പം പലരും വീട്ടിലിരിക്കുക. ആ സ്ഥാനത്താണ് നന്ദന വരുന്നത്. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഫായിയും ഫിജോയും കൂടെ ജിൻഡോയെ വിളിച്ച് പറയുന്നുണ്ട് സഹായിക്കണം, നന്ദനയ്ക്ക് വീടില്ലാത്തതാണ്, പണപ്പെട്ടി എടുക്കാൻ അവളെ സഹായിക്കണം, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നോമിനേഷനെ അവൾ ഇടരുത് എന്ന് പറഞ്ഞപ്പം ജിൻഡോ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇല്ല, ഞാനായിട്ട് ഇടത്തില്ല, ഞാൻ മറ്റുള്ളവരോടും പറയിപ്പിക്കാം, അവളെ നോമിനേഷൻ ഇടരുതെന്ന് ഞാൻ പറയാം, അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ജിൻഡോ അടുത്താണ് നന്ദന ഈ പണി പറയുന്നത്. നന്ദന പറയുന്നു എനിക്കെതിരെ കളിക്കുന്ന ജിൻഡോയാണെന്നാണ് ജാസ്മിനോട് പറയുന്നത്. ജാസ്മിൻ ഏകദേശമൊക്കെ ജിൻഡോയുടെ പുറത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജാസ്മിനും പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് അങ്ങേരോട് കളിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഫായിയും ഫിജോയെടുത്തും വന്ന് പരാതി പറയുമ്പോൾ അവരും പറയുന്നുണ്ട് അങ്ങേരോട് കളിക്കാൻ പോകരുത്, നീ നിൻ്റെ കാര്യം നോക്കിയിരിക്കെ, ആവശ്യമില്ലാതെ അങ്ങേരോട് കളിക്കാൻ പോകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം അവർക്കും അറിയാം ജിൻഡോയോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നോമിനേഷന് വരികയെന്നും അത് കഴിഞ്ഞിട്ട് പുറത്താകുമെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നന്ദന എന്തു വന്നാലും ജിൻഡോയ്ക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദനയാണ് കാണുന്നത്. എന്താ പറയുക എന്നറിയില്ല. ഒരു പ്രാവശ്യം നോമിനേഷന് വന്നപ്പം ജിൻഡോ ഇഷ്ടപ്പെടുന്നവരൊക്കെ പോസ്റ്റ് ഇടുന്ന കണ്ടു, നമുക്കും കമൻറ്റുകളൊക്കെ വന്നു. ഇതുപോലെ നന്ദനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം, നന്ദന കയറിപ്പോണം, മറ്റാരെങ്കിലും ഔട്ടാകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടു. അന്ന് ജിൻഡോ ഇഷ്ടപ്പെടുന്നവരുടെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് നന്ദന ആ നോമിനേഷന് കയറിപ്പോയത്. ഇപ്പം നന്ദന ജിൻഡോയ്ക്കെതിരെ നീങ്ങുകയാണെങ്കിൽ നന്ദനയുടെ ബിഗ് ബോസിലെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാതിപ്പം ഞാനെന്ത് പറയാനാ.